ഹലോ ഫ്രണ്ട്സ്, ടീമേറ്റ്സിൻ്റെ സക്സസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, വിജയം എന്ന് പറയുന്നത് ഒരു ലോങ് ജേണിയാണ്. ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവാം, സങ്കീർണതകൾ ഉണ്ടാവാം. എന്തായാലും വിജയത്തിൻ്റെ യാത്ര അത്ര എളുപ്പമല്ല എന്ന് പലരും പറയാറ്. ചിലരെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് താൻ. ഇവിടെ നമ്മുടെ മുമ്പിൽ ഇന്ന് നമ്മുടെ സക്സസ് സ്റ്റോറീസ് സംസാരിക്കുന്നത് നമ്മുടെ പുതിയൊരു അച്ചീവറാണ്. കർണാടക ബാങ്കിൻ്റെ ക്ലർക്കായി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്തേക്ക് പോകുന്ന ടീമേറ്റ്സിൻ്റെ പ്രിയപ്പെട്ട അമൽ ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അമൽ ഇടുക്കി സ്വദേശിയാണ്. നമ്മളെ ഈ ഇൻ്റർവ്യൂവിൽ അമലിൻ്റെ യാത്ര, അമൽ എങ്ങനെയാണ് ആ യാത്ര നടത്തിയത്, അമൽ എങ്ങനെയാണ് വിജയിച്ചതെന്നെല്ലാം അമലിനോട് ചോദിച്ചറിയാൻ പോവാം. ഓക്കെ അമൽ, ഹായ്. ഹായ് സർ. എന്തൊക്കെയുണ്ട്, എന്ത് തോന്നുന്നു? ഇപ്പം ഒരു റിലീഫ് തോന്നുന്നുണ്ട്. പിന്നെ ഇനി കൂടുതൽ പൊസിഷനിലോട്ട് അച്ചീവ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വെരി ഗുഡ്. ഇത് ഞാൻ അതിൻ്റെ കരിയറിൽ എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കരുതുന്നു. നമ്മളിങ്ങനെ പോകുമ്പോഴേ എപ്പോഴെങ്കിലും ഇതൊക്കെ മാറ്റി നിർത്തി പോവാം, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ തോന്നിയ അവസ്ഥ ഉണ്ടാകും. അത് എന്നെക്കാളും എന്നിട്ട് സാറിന് അറിയാലോ. ഞാൻ ഓഡിയൻസിന് വേണ്ടി ഓരോ തവണയും ഞാൻ എക്സാം എഴുതി കിട്ടാതെ വരുമ്പോഴും എനിക്ക് ഒരു മാർക്കിനൊക്കെ പോകലുണ്ടായിരുന്നു. ഒരു മാർക്ക്, അര മാർക്ക് പോകലുണ്ടായിരുന്ന സമയത്തും അതുപോലെ തന്നെ ഞാൻ ഇവിടെ കയറി വന്നിട്ട് 3-ാം മാസമാണ് ഫെഡറൽ ബാങ്ക് വിളിക്കുന്നത്. അപ്പം ഫെഡറൽ ബാങ്ക് ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ GD ട്രെയിനിങ് വണ്ടർഫുൾ. ഞാനത് എൻ്റെ കരിയറിൽ ഒരു ഓഡിയൻസിനെ ആദ്യമായിട്ട് ഫേസ് ചെയ്ത് തന്നിട്ടാണ്. അപ്പം ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ GD ക്ലിയർ ചെയ്തു. വളരെ ചുരുക്കത്തിൽ പേര് ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷയല്ല. ഞാൻ എന്ന് സാറിനെ ഞാൻ ആ ട്രെയിനിങ് കഴിയുമ്പോഴും ഞാൻ സാറിനോട് പോയി സംസാരിക്കും, സാറേ ഞാൻ പറയുന്നത് ശരിയാണോ, എന്തേ തെറ്റുണ്ടോ? സാർ പറഞ്ഞു, നീ ഇങ്ങനെ തന്നെ പോയി പറഞ്ഞാൽ മതി, നീ ആ പേസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എനിക്ക് വിശ്വാസമില്ലായിരുന്ന സമയത്ത് പോലും എന്നെ വിശ്വസിച്ചിരുന്ന സാറാണ് അജിത് സാറ്. അതെനിക്ക് കടപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഇൻ്റർവ്യൂവിന് പോയ സമയത്തും അവിടെ വന്നപ്പം എനിക്കന്ന് കുറച്ച് എന്നെ മനസ്സിലാക്കി സാറിന് അറിയായിരുന്നു ഞാൻ അവിടെ പോയി പാനിക്കാവുമെന്ന് അറിയായിരുന്നു. പക്ഷെ സാർ അത് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. സാറിന് അറിയാം ഞാൻ അവിടെ പോയി പാനിക്കാവുന്നു. എനിക്ക് ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അന്ന് ആ ഇൻ്റർവ്യൂ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ജേണി എന്നെ കുറേ തളർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അച്ചീവ് ചെയ്യാൻ പറ്റാതെ അത്തരം പൊസിഷനിൽ എത്തിയിട്ട് അച്ചീവ് ചെയ്യാൻ എന്നെ കുറേ തളർത്തിയിട്ട് എന്നെ സാറ് വിളിക്കും ഇടയ്ക്ക്, അമലെ എവിടെ, ക്ലാസ്സിൽ വാ അങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതാണ്, ഒരു കരിയർ റീസ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വരുമ്പോൾ SBI ക്ലർക്ക് വന്നു. കഴിഞ്ഞ പ്രാവശ്യം SBI ക്ലർക്ക്, IBPS ക്ലർക്കും SBI PO IBPS PO ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്കെല്ലാം ചെറിയ മാർക്കിനാണ് IBPS ക്ലർക്ക് കഴിഞ്ഞ വർഷം മിസ്സായി പോയത്. അന്നേരം വീണ്ടും ഡൗൺ ആയിപ്പോയി. അപ്പം ഇതെല്ലാം ഇടയ്ക്കാണ് ഞാൻ കർണാടക ബാങ്കിൻ്റെ എക്സാം ഇപ്പോൾ വന്ന് നോട്ടിഫിക്കേഷൻ വന്നു, ഞാൻ പോയി എഴുതി. അതിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ January 1 നമ്മുടെ IBPSൻ്റെ റിസൾട്ട് വരുന്ന ദിവസം തന്നെ. അപ്പോൾ IBPSൻ്റെ റിസൾട്ട് നോക്കി കിട്ടിയില്ല, കൺഗ്രാജുലേഷൻ അല്ല, ഹോപ്പ് യു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ല ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഉണ്ട് 5-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത റിസൾട്ട് വന്നിട്ടുണ്ട്. കർണാടക ബാങ്ക് പബ്ലിഷ് ചെയ്ത റിസൾട്ട് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ കിട്ടി. അപ്പോൾ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു. ഞാൻ വൈകിട്ടാണ് നോക്കുമ്പോൾ കൺഗ്രാജുലേഷൻ, യു ആർ പ്രൊഫഷണലി സെലക്ടഡ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ ഒരു സന്തോഷം. കാരണം അത്രയും നമ്മൾ ആഗ്രഹിച്ച ഒരു പോസ്റ്റിലോട്ട് കിട്ടിയാലേ പോലും ഒരിക്കലും ബൂസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ അപ്പോഴേ അജിത് സാറിനോട് വിളിച്ചു. സാർ പറഞ്ഞു, നീ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിന് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. പിന്നെ ഇവിടെ വന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ പോരായ്മകൾ എനിക്ക് പറഞ്ഞു തന്ന അജിത് സാറായിരുന്നു. അപ്പോൾ അതെനിക്ക് പറഞ്ഞു തന്നിട്ട് അതൊക്കെ റെക്ടിഫൈ ചെയ്യുകയും ഈ തവണ ഞാൻ ആ പോകുമ്പോൾ തന്നെ അജിത് സാർ പറഞ്ഞിട്ടുണ്ട്, ബിലീവ് ചെയ്യേ, വിഷ്വലൈസ് ചെയ്യും. ഞാൻ അത് മാത്രമേ ഞാൻ ചെയ്തത്. ഞാൻ കർണാടക ബാങ്കിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ തൊട്ട് മുന്നേ ഞാൻ ആലോചിച്ചിരുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. ഞാൻ അത് മാത്രം അവിടെ കയറുമ്പോൾ എന്ത് പറയണോ പഠിച്ച കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോർ തുറന്ന് വരുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരണം. ഞാനത് അന്നേരം അജിത് സാറിനെ വിളിച്ചു. ഫസ്റ്റ് കാൻഡിഡേറ്റ് ഞാനായിരുന്നു. സാർ പറഞ്ഞു, കഴിഞ്ഞു എത്ര പെട്ടെന്ന്, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, സാർ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ലെറ്റ് us hope for the best എന്ന് സാറും പറഞ്ഞു. പിന്നെ എൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് ലിസ്റ്റിൽ എൻ്റെ പേരില്ലായിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് എനിക്കൊരു കോള് വന്നത് കർണാടക ബാങ്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ. ഒരു വിജയത്തിൻ്റെ കിട്ടിയിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പം എന്താ ഫീൽ? ഇപ്പം ജേർണി ടൈറ്റാണ്. ഒരു മാർക്കിന് പോയി എന്നെല്ലാവരും പറയുമ്പോൾ ഞാൻ പറയും, ഒരു മാർക്കിന് പോവല്ല, ഒരു മാർക്കിൻ്റെ വ്യത്യാസമുള്ളൂ. അടുത്തെത്തിന്ന, അതായത് നമ്മളിപ്പോൾ ഒരു മാർക്കിന് പോവല്ല, ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലേക്ക് വളർന്നു എന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? നമ്മൾ സാധാരണ 25 മാർക്കിന് പിന്നിലാവും, 30 മാർക്കിന് പിന്നിലാവും. അവിടുന്ന് ഒരു മാർക്കിന് ഡിഫറൻസിലേക്ക് അല്ലെങ്കിൽ 0.25 ഡിഫറൻസ് ഒക്കെ അമൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളർച്ചയാണ്. അപ്പോൾ ഇപ്പം എന്താ തോന്നുന്നത്? ഇനി വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്ലാനിനെ കുറിച്ചോ ഇപ്പം എന്താ? അപ്പോൾ എനിക്കിപ്പോൾ എന്നിൽ തന്നെ ഒരു വിശ്വാസമുണ്ട്. എനിക്ക് പറ്റൂ എന്നുള്ളൊരു ബോധ്യമുണ്ട്. അതിനുവേണ്ടി എനിക്ക് ഏറ്റവും വലിയ, എനിക്ക് എപ്പോഴും എല്ലാവരോടും എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് വളരെയധികം കടപ്പാടുണ്ട്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെൻറ്റർ എന്ന രീതിയിൽ ഞാൻ അജിത് സാറിനെ ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല രാത്രിയിലും വിളിച്ചിട്ടുണ്ട്. അജിത് സാറിനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഷായി സാറിനെ വിളിച്ചിട്ടുണ്ട്. പസിലിൻ്റെ കാര്യം വരുമ്പോൾ ഷായി സാറിനെ വിളിച്ച് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യലുണ്ട്. സാറേ എനിക്ക് ഇങ്ങനെയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ അജിത് സാറിനെ വിളിച്ചപ്പോൾ അജിത് സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മല്ലേ നിനക്ക് അറിയാൻ മേലാത്തതല്ല, നീ നിന്റെ മൈൻഡ് കൺട്രോൾ എന്ന് നീ ശരിയാക്കുന്നോ അന്ന് നീ കറക്റ്റാവും. അത് സാർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം അത് റെക്ടിഫൈ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇത് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്നെ കൊണ്ട് ഇനി സാധിക്കും, ധൈര്യമായിട്ടുണ്ട് സാർ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് അറിയോ, അമൽ ഇപ്പൊ ഫേസ് ചെയ്ത അവസ്ഥ, അതായത് എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 3-4 എക്സാം ഒക്കെ ഒരു 0.5-നും 0.2-നും പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടിക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇതെന്നെ കൊണ്ട് പറ്റുണ്ടാവില്ല. കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഞാനൊരു ലോസറായിരിക്കും, ഒരു പ്രതീക്ഷ മങ്ങുന്ന അവസ്ഥ ഉണ്ടാവും അല്ലേ? അവരോട് അമലിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾ തോറ്റവരുടെ ജേണി മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അന്നേരം കാണുമ്പോൾ നമ്മൾ തോറ്റു കൂടെ നിൽക്കുന്നവർ തോക്കുന്ന ആ ഒരു ജേണി മാത്രമേ കാണുള്ളൂ. നമ്മൾ ജയിച്ചവരെ കാണാൻ പഠിക്കുക, അവരുടെ സ്റ്റോറി കാണാൻ പഠിക്കുന്ന സമയത്തേക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ നമ്മളെ ചുറ്റിപ്പറ്റി നമ്മളെ നിൽക്കുകയുള്ളൂ. ഈ ഫെയിലിയറും കാര്യങ്ങളൊക്കെ വിചാരിച്ചാൽ അത് മാത്രമേ നമ്മൾ നമ്മുടെ കണ്ണിൽ അതേ പെടുകയുള്ളൂ. ഇത് നേരെ മറിച്ച് നമ്മളൊരു നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി കിട്ടും എന്നുള്ളൊരു ബോധ്യത്തോടെ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഹാളിൽ കയറുന്ന സമയത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ 100 മോക്കടിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഇതൊക്കെ എൻ്റെ കഴിഞ്ഞ SBI ക്ലർക്കിന് ഞാൻ ഏതാണ്ട് 100 മേൽ മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മെയിൻസിനാണ് അത് ക്ലർക്ക് പ്രിലിംസ് കിട്ടിയായിരുന്നു, മെയിൻസിലാണ് പോയത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാക്കിയ കാര്യം ആ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. അത് അച്ചീവരോടും കണ്ട് സംസാരിച്ച് അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് പഠിക്കുക. പിന്നെ നമ്മളെ വിശ്വസിക്കുക, ബിലീവ് ചെയ്യുക, തോറ്റു കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഫേസ് ചെയ്യുക, ബിലീവ് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പം കുറച്ച് നമ്മൾ ലേറ്റ് ആയാലും, ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 വർഷമായാലും 1 വർഷമായി, ചില 6 മാസം കൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ലേറ്റ് ആയാലും വി ഹാവ് ടു കീപ്പ് അവർ ഹോപ്പ്. അതാണ്. കാരണം ഞാൻ ഇവർ നടത്തിയിരുന്ന ഒരു അച്ചീവേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് SBI PO ആൾക്കാരെ ഞാൻ സർവീസിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് പറഞ്ഞ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ഇപ്പോൾ 2 വർഷത്തെ സ്റ്റോറി അല്ലെ 1.5 വർഷം 2 വർഷത്തെ സ്റ്റോറി പറയുമ്പോൾ അവർ പറയുന്ന 4 വർഷത്തെ ജേണിയാണ്. അവരൊരു ലൈഫിൻ്റെ ഒരു പാർട്ടാണ് അവർ പറയുക. അപ്പോൾ മനസ്സിലാവും നമ്മുടെ കഷ്ടപ്പാടൊന്നും കഷ്ടപ്പാടല്ല. അവർക്ക് ഈ മെയിൻസ് ഒക്കെ 1 മാർക്കിന് പോയി പിന്നെ റിപ്പീറ്റ് ചെയ്ത് തരിക. അപർണ ചേച്ചി മെയിൻസ് പോയിട്ട് വന്നിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാണിച്ചൊരു ധൈര്യമുണ്ട്. അത് നമ്മൾ അക്വയർ ചെയ്യുക, അവരിൽ നിന്ന് പഠിക്കുക, വെരി ഗുഡ്, ഓവർകം ചെയ്യുക. നമ്മുടെ വെരി ഗുഡ്. ഇപ്പോൾ ബാങ്കിൽ പോകുമ്പോൾ, ഇപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളി പബ്ലിക് സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണ്. മീൻസ് നമ്മുടെ ജനങ്ങളായിട്ട് ഇടപെടാൻ പോവുകയാണ്. അതായത് ബാങ്കായാലും കർണാടക ബാങ്കായാലും നമ്മൾ ജനങ്ങളായിട്ട് ഇടപെടാൻ പോകും അല്ലേ? ജനങ്ങളുടെ ഇടയിലേക്കാണ്. അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന ഒരു സർവീസാണ് ബാങ്ക്. റെഡി? ബാങ്ക് പലരും പറയും ബാങ്ക് ഭയങ്കര പാടാണ്, ബാങ്കിൽ സ്ട്രെസ്സാണ്. എന്താ അമലിൻ്റെ പെർസ്പെക്റ്റീവ്? എൻ്റെ അച്ഛൻ ബാങ്കിലായിരുന്നു. ഓ ഗ്രേറ്റ്. അച്ഛൻ കൂടുതൽ പറയാമല്ലോ. SBI ക്ലർക്കായിരുന്നു അച്ഛ. അപ്പൊ ഞാൻ കണ്ടു വളർന്നത്, കൊച്ചിലെ മുതൽ കണ്ടു വളർന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചുറ്റിപ്പറ്റി ലൈഫ്, അച്ഛൻ ഫാമിലി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കില് സോഷ്യലാണ് അച്ഛൻ ഭയങ്കര സോഷ്യലാണ്. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ SBI ബ്രാഞ്ച് കുമ്പളി ചെന്ന് കഴിയുമ്പോൾ, കുമ്പളിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലിന്റെ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയും എല്ലാവരും എന്നെ, അമൽലാൽ. പിന്നെ അത് മാത്രമല്ല, അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റും താഴെ ചാർന്ന് ഉയർന്ന ആൾക്കാരും കാണും അവിടെ, ഫിനാൻഷ്യലി. ഇവരെല്ലാം ഫസ്റ്റ് വന്ന് ചോദിക്കുക ലാൽ എവിടെയാണെന്നാ ചോദിക്കുക. അതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ലാൽ എവിടെയെന്ന് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ലാലിന്റെ മോനല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു സോഷ്യൽ, എനിക്കും ഞാൻ IT-ന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ്, കോഗ്നിസെന്റിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നിട്ടുള്ളവരാണ്. ഞാൻ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലായിട്ട് ഉള്ളൊരു ജോലിയിലാണ്, ഇന്റർഫേസ് എന്താ പറയുക, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആൾക്കാരുടെ, അങ്ങനെ ഒരു ജോലിയാണ് എനിക്ക് ഏറ്റവും. അപ്പോൾ അതൊരു സ്ട്രെസ് ആയിട്ട് കാണുന്നില്ല. ഇല്ല, സ്ട്രെസ് ആ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ബാങ്ക് ജോബ് സ്ട്രെസ് അല്ല, ബാങ്ക് ജോബിനെ എങ്ങനെ നോക്കിക്കാണുന്നുള്ളതാണ് സ്ട്രെസ്. നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗുഡ്. ഓക്കെ, ചില ആൾക്കാർ അങ്ങനെ പറയും ബാങ്കിലേക്ക് വരല്ലേ സ്ട്രെസ് ആണ് അല്ലെ ബാങ്ക്. അച്ഛനെ തന്നെ കണ്ടുപിടിച്ചോണ്ട് എനിക്ക് ഞാൻ പറയാം, അല്ല എൻ്റെ വ്യക്തിഗത അഭിപ്രായം അങ്ങനെയല്ല എന്നാണ്. പക്ഷെ അത് ഞാനൊരു അച്ചീവറെ പറയുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും. അവനെനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം അവൻ്റെ അച്ഛൻ്റെ ഒരു ലൈഫും കൂടെ. അച്ഛൻ്റെ ലൈഫ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് എൻ്റെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ഓരോ തവണ എൻ്റെ എക്സാം എഴുതുമ്പോഴും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നിനക്ക് കിട്ടിയില്ലല്ലോ എന്താ, നിനക്ക് ഞാൻ വീടുണ്ടാക്കിയിട്ടിട്ടുണ്ട്, നിനക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് അച്ഛൻ എന്നെ ഒരു എക്സാം കഴിയുമ്പോൾ പോലും മുഖം ചുളിച്ച് എന്നെ നോക്കിയിട്ടില്ല. വെരി ഗുഡ്. മുഖം ചുളിച്ച് നോക്കിയിട്ടുമില്ല, എന്നെ ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ ഇതുവരെ എൻ്റെ അച്ഛൻ വേദനിപ്പിച്ചിട്ടില്ല. അപ്പം എനിക്ക് ഞാൻ ജയിച്ചു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വെരി ഗുഡ്.
അപ്പൊ അതില് അമൽ ഇപ്പം അച്ഛന് കൊടുക്കാൻ വന്ന ഫസ്റ്റ് ഗിഫ്റ്റ് അല്ലേ ഇത്? ഫസ്റ്റ് ഗിഫ്റ്റ് എന്ത് പറഞ്ഞു റിസൾട്ട് ആയപ്പോൾ? എൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമേ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലായിരുന്നു, ഫോൺ കോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പൊ അത് അതിന്റെ നമ്മളെ വിളിക്കുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഫോൺ അച്ഛയെ മെയിൽ വന്നു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അച്ഛ അവിടെ കിടന്ന് കാറുമായിരുന്നു. നമ്മ പറഞ്ഞു മെയിൽ വന്നു എന്ന്. അച്ഛന്ന് പറമ്പിലും മരുന്നടിച്ചോണ്ടിരിക്കുക, ഞങ്ങൾക്ക് ഏലത്തോട്ടം ഉണ്ട്. അപ്പൊ ഏലത്ത് മരുന്നടിച്ചോണ്ടിരുന്ന സമയത്ത് അച്ഛന്ന് ഞാൻ പെങ്ങളെ വിളിച്ചു ചോദിച്ചു എന്തായിരുന്നു എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? അച്ഛ ഇവിടെ കിടന്ന് കാറുമായിരുന്നു, നീ അത് കാണണമായിരുന്നു എന്ന് പറഞ്ഞു. സോ അവർ എക്സൈറ്റിംഗ് മൊമെന്റ്, എക്സൈറ്റിംഗ്, റിയലി എക്സൈറ്റിംഗ്. അപ്പം അമൽ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ പഠിക്കാൻ. പലപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി ഫെഡപ്പ് ആവും, നമ്മൾ ഡൗൺ ആവും അല്ലേ? അപ്പോൾ നമ്മൾ ശരി ഞങ്ങളായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരായിട്ടോ നിങ്ങൾ അപ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതിലുപരിയായിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ഉണ്ടാവും അല്ലേ? നമ്മുടെ എക്സാമിലേക്ക് പോകാനൊരു സ്ട്രാറ്റജി ഉണ്ടാവും. എങ്ങനെയാണ് നമ്മളുടെ ഒരു സ്ട്രാറ്റജി? എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് മോക്സ് ആയിരുന്നു. അത് ഫസ്റ്റ് ഞാൻ റെഗുലർ ബാച്ച് വരുന്ന സമയത്ത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. റെഗുലർ തീരാറായപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല, കിട്ടൂല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ ചെയ്ത സ്ട്രാറ്റജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് മോക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് പിന്നെ സാറുമാർ പറഞ്ഞ എൻ്റെ റിയാലിറ്റി മനസ്സിലായത്. കാരണം നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ മേളിൽ കണ്ടമാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് റെഡി ആവുകയും ബാക്കി സബ്ജക്റ്റുമായിട്ടും താഴെ നമുക്ക് ഇംബാലൻസ് വരികയും ചെയ്യും. എന്നെ സംബന്ധിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ആയിരുന്നു വീക്ക്. ഞാനപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റൊക്കെ ഞാൻ എഡിറ്റോറിയൽ വായിക്കുമായിരുന്നു. എനിക്ക് സാറ് പറഞ്ഞു ഓവർനൈറ്റ് സക്സസ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് കിട്ടണമെന്നുള്ളത്. പിന്നെ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല, കുറേ സമയം എടുക്കുമെന്ന് മനസ്സിലായി. പിന്നെ എഡിറ്റോറിയൽസ് കണ്ടിന്യൂസ് വായിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് എൻ്റെ വാക്കിൽ ഞാൻ എഴുതാൻ തുടങ്ങി. ആദ്യമൊക്കെ എനിക്ക് എഡിറ്റോറിയൽ വായിച്ചാൽ എന്താന്ന് പോലും മനസ്സിലാവില്ല, ഇംഗ്ലീഷ് വായിച്ചു പോകും. പിന്നെ 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 ഞങ്ങൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അക്ഷയ്, രാഹുല്, ശ്യാമ്, അപ്പം അക്ഷയ് ഞാനൊക്കെ ഇരുന്നാണ് എഡിറ്റോറിയൽ വായിക്കുന്നതൊക്കെ. അന്ന് എനിക്ക് അക്ഷയാണ് പറഞ്ഞു തന്നോണ്ടിരുന്നത്. ഇന്ന് ഞാനത് വായിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു ഞാൻ ഇപ്പൊ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതില് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജിത് സാറിന്റെ എഡിറ്റോറിയൽ വായിക്കണം എന്ന് പറയാനുള്ള ഒരു തിയറി. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് വായന നമ്മളൊക്കെ ചെറുതായിട്ട് എടുക്കുമെങ്കിലും അതിലൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മളെ ലാംഗ്വേജിൽ ചിലത് കാണുമ്പോൾ എനിക്കിപ്പം ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് സാറ് പറയും എനിക്ക് അവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകാറുണ്ട്. അപ്പൊ അതൊക്കെ അതാണ് ബുക്ക് വായനയിലൂടെയും എഡിറ്റോറിയൽ ഇതിലൂടെയും. നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി ഈ സ്ട്രാറ്റജി ചെയ്യാം. ടോട്ടൽ മോക്ക് ടെസ്റ്റുകൾ ഞാൻ ബാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂർ പസില. വെരി ഗുഡ്. എഴുന്നേറ്റ് വന്ന പാടെ തന്നെ പസിലിന്റെ ഫ്രഷ് ബ്രെയിനിൽ തന്നെ പസിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഞാൻ 3 എടുത്തിരിക്കുന്നത്. 3 അവർ ബാക്കി മോക്ക്. ഒരു നല്ല സ്ട്രാറ്റജി, അങ്ങനെയാണ് ഒരു പുതിയ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പൊ ആ സ്ട്രാറ്റജി വിജയിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇതില് ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ വേണ്ടാതെ അനാവശ്യമായിട്ട് ചില സബ്ജക്റ്റിന് മുകളിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചില സബ്ജക്റ്റ് ഒഴിവായി പോവുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നല്ലതായിരിക്കും. അത് ഒരിക്കലും നല്ലതല്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റ് വീക്ക് ആയിരിക്കും, അത് പഠിക്കുകയും വേണം. മറ്റേ ടച്ച് വിട്ടും പോകാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാം. 3 അത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിന്റെ അകത്ത് റീസണിങ് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു മോക്ക് അടിക്കും. റീസണിങ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് QA 3 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു മോക്ക്, പ്രിലിംസിന്റെ മോക്ക്. പിന്നെ അടുത്ത ഇംഗ്ലീഷ് കഴിയുമ്പോഴത്തേക്ക് ഒരു മോക്ക് അടിക്കും. 3 മെയിൻസ് വരുമ്പോഴോ മെയിൻസിന്റെ മോക്ക് ഞാൻ ചെയ്യുന്നത് സാറിന് ക്ലാസ് ഉള്ള ദിവസങ്ങളും ഓൾട്ടർനേറ്റ് വീക്കിൽ തന്നെ 3 ഡേയ്സിൽ ഞാൻ മെയിൻസ് ആയിരിക്കും. അന്ന് വേറെ ഒന്നും ചെയ്യൂല. മെയിൻസ് രാവിലെ എഴുന്നേറ്റ പാടെ കുറച്ചു നേരം പത്രം വായിച്ചിട്ട് മെയിൻസ് ചെയ്യും. പിന്നെ ആ ദിവസം ഫുള്ള് നമുക്ക് വേറെ ചെയ്യും, മെയിൻസ് അനാലിസിസ് ചെയ്ത് മാത്രമേ. സാറിന് പറയുന്നേക്കാം, നമ്മൾ ഈ മെയിൻസിന്റെ മോക്ക് ചെയ്യുമ്പോൾ ചില കുട്ടികൾ പറയുന്ന ഒരു കംപ്ലൈന്റാണ് ഫിലിംസിന്റെ സ്പീഡ് കുറഞ്ഞു പോകുമെന്ന് പറയും. രണ്ട് സ്ട്രാറ്റജിയാണ്. എങ്ങനെയാണ് മാനേജ് ചെയ്യാം? ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കാം. വീക്കിലി ഞാൻ ബാക്കി 7 ദിവസത്തിൽ 3 ദിവസം ഞാൻ മെയിൻസ് ചെയ്യുള്ളൂ, 4 ദിവസം ഞാൻ പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്യും. അപ്പോൾ സ്പീഡ് ബാലൻസ് സ്ട്രാറ്റജി ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ വലുത് പഠിക്കുമ്പോൾ നമുക്ക് ചെറുത് നമുക്ക് വലുതായി തോന്നൂല. എനിക്കത് പിന്നെയാണ് മനസ്സിലായി. ഇപ്രാവശ്യം നമുക്ക് നോക്കിയാൽ കാണാം, BPSന്റെ കലണ്ടർ കണ്ടറിയാം. ഒരാഴ്ച ഇപ്പം ഇന്നലെ SBIന്റെ ക്ലർക്ക് ആണെങ്കിൽ ഇന്ന് RBIന്റെ PO പ്രിലിംസ്. അപ്പം ക്ലർക്ക് പ്രിലിംസും മെയിൻസും ആയിട്ട് ഇങ്ങനെ എന്താണ് മിക്സപ്പ് ആയിട്ട് കംപ്ലീറ്റ് റിസൾട്ട് വരുന്നത്. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അന്നേരത്തേക്ക് പഠിക്കാതെ കലണ്ടർ നേരത്തെ നമുക്ക് കിട്ടും, നമുക്ക് ഡേറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് പഠിക്കുക എന്നുള്ളത് മണ്ടത്തരാണ് യഥാർത്ഥത്തിൽ. അതിന് മുന്നേ തന്നെ GA പഠിച്ചു തുടങ്ങാം. നമ്മൾ എന്നിട്ട് മെയിൻസും മോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ടീംമേറ്റ്സ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരാം. ടീംമേറ്റ്സ് അമലിന്റെ ഈ ലൈഫിൽ, ഈ ഒരു ജേർണിയിൽ എത്രത്തോളം ഉണ്ടായിരുന്നു? ഫുൾ, നമുക്കൊന്നും പറയാനില്ല, മൊത്തം
മൊത്തം കംപ്ലീറ്റ്ലി. കാരണം ഇവിടെ കയറി വന്ന സമയത്ത് ഇംഗ്ലീഷിൻ്റെ ABCD അറിയത്തില്ല. എനിക്ക് പണ്ട് തൊട്ടേ ഇംഗ്ലീഷ് ഭയങ്കര വീക്കായിരുന്നു. അവിടെ മുതൽ ഇന്ന് ഞാൻ ഒരു 20+ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു ധൈര്യം കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്ത് ഞാൻ ഒരു ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ടീംമേറ്റ്സ് എന്ന ധൈര്യം. പിന്നെ ആദ്യമേയൊക്കെ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് മോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് മാർക്ക് ഭയങ്കര കുറവായിരുന്നു. അവിടുന്ന് ഞാൻ വലിയ സാജിച്ചാർ പറഞ്ഞ പോലെ വലിയ ഗോൾ സെറ്റ് ചെയ്തില്ല, സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ഗോളാക്കി വരും. ചെറുതാക്കി വെച്ച് അത് കൂട്ടിക്കൊണ്ട് വന്നിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നേടി. ചിലത് കുറഞ്ഞു പോകും കേട്ടോ, കാരണം നമ്മുടെ ടെസ്റ്റിന്റെ മോഡറേറ്റും ഈസി ഹാർഡൊക്കെ വരുമ്പോൾ അത് കുറഞ്ഞു പോകും. അത് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം പഠിക്കുക, ആക്കി ഓക്കെ. എനിക്ക് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണും? ആസ് എൻ ഓഫീസറാണ് എനിക്ക് കാണാൻ പോകുന്നത് അല്ലേ? ലൈഫൊക്കെ മാറാൻ പോവാ. എന്റെ ഡ്രീം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഫീസർ പോസ്റ്റിൽ, നല്ലൊരു ഓഫീസർ പോസ്റ്റിലോട്ട് ഇനിയും പഠിക്കണം, എനിക്ക് ഇനിയും പഠിക്കാൻ പറ്റണം എന്നുള്ളൊരു ഇതും. എനിക്ക് എൻ്റെ സപ്പോർട്ട് തന്ന അജിത് സാറ്, ഷാജി സാറ്, ജയദീപ് സാറ്, ദ ഹോൾ ടീമേറ്റ്സ് ഫാമിലി, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും, ഇവരൊക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം ഞാൻ ഇനിയും പഠിക്കും. അപ്പോൾ ഞാൻ ഇനി അച്ചീവ് ചെയ്യാൻ ഒരു ഡ്രീം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്യുന്നതോടെ വരെ ഞാൻ ഇനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വെരി ഗുഡ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമലിന് കിട്ടിയ ധൈര്യം അമലിനി വരും തലമുറയുടെ കയ്യിലേക്ക് പാസ് ചെയ്യാൻ പോവാണ്. അച്ഛൻ്റെ ഒരു സ്വപ്നം അമൽ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ അമലിന് നേടാനുണ്ട്. അത് നേടിക്കഴിയുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാം. കൺഗ്രാജുലേഷൻസ് അമൽ, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് ജേർണി. താങ്ക് യു. താങ്ക് യു.